ചായുന്നു മുള്ളുകൾ കൊള്ളും പോലെ ഉള്ളം നീറുന്നു രാരീരം പാടാനാവാതെ നെഞ്ചോരം കുഞ്ഞി നീറുന്നു കണ്ണീരിൻ്റെ കായൽ തന്നിൽ സ്നേഹം ഉണ്ണി നിന്നെ കാണാതെ നിന്റെ പ്രാണൻ വിങ്ങുന്നു പടിവാതിൽ ചാരാതെ മിഴി തോരാതെ ഭയന്നിടാതെ പിടയുന്നോരൻ ശൂന്യമാം വഴിയിൽ നമ്മുടെ മനസ്സുകളെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ശക്തിയുള്ള ഒന്നാണ് സംഗീതം. വളരെയധികം സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ നമ്മളെ സങ്കടത്തിലാഴ്ത്താനും സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് സന്തോഷം പകരാനും ഉള്ളൊരു ശക്തി സംഗീതത്തിനുണ്ട്. വൺസ് അഗൈൻ ഐ വെൽക്കം യു ഓൾ ടു അനദർ എപ്പിസോഡ് ഓഫ് ഡ്യുവറ്റ്. ഇന്ന് നല്ല പാട്ടുകളും നല്ല വിശേഷങ്ങളും പങ്കുവെക്കാനായിട്ട് നമ്മളോടൊപ്പം ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഈ ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചൊരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യം ഇല്ല. കാരണം നമ്മളെല്ലാവരും ഒരേപോലെ നെഞ്ചിലേറ്റി സ്നേഹിക്കുന്ന ഒരു ഗായകനാണ്. റിയാലിറ്റി ഷോ താരമായി മലയാളത്തിലേക്ക് വന്നു. അതിനുശേഷം ഇപ്പോൾ എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഏറ്റവും അധികം തിരക്കേറിയ പിന്നണി ഗായകനായിട്ട് മാറിയിരിക്കുകയാണ് ദി എക്സ്ട്രീംലി ടാലൻറ്റഡ് നജീം അർഷാദ്. ഹായ് നജീം, വെൽക്കം ടു ഡ്യുവറ്റ്. ഇരിക്കൂ. വെരി വെരി ഹാപ്പി ടു ഹാവ് യു ഓൺ ഡ്യുവറ്റ് ടുഡേ. നജീമ, ഞങ്ങളൊക്കെ നജീമിൻ്റെ വളർച്ച ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കണ്ടിട്ടുള്ള ആൾക്കാരാണ്. ശരിക്കും 90 ഡേയ്സ് തന്നെയാണോ ആദ്യം, മിഷൻ 90 ഡേയ്സ് തന്നെയാണോ ആദ്യം പാടിയത്? മിഷൻ 90 ഡേയ്സ് ആണ് എൻ്റെ ആദ്യ ഫിലിം. പ്ലേ ബാക്ക്. ഈ പറഞ്ഞ പോലെ എൻ്റെ മനസ്സിലെ വളരെ ചെറുപ്പത്തിൽ തന്നെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹമാണ് സിനിമ എന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് എൻ്റെ പാരൻസിൻ്റെ അടുത്താണ് എൻ്റെ നന്ദി പറയണത്. കാരണം അവരാണ് എന്നെ ഇതിലോട്ട് മ്യൂസിക്കിലോട്ട് തിരിച്ചു വിട്ടതും. അതില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഇവിടെ എത്താൻ സാധിക്കില്ല. ഒരു മ്യൂസിക് എന്നൊരു പ്രൊഫഷനിലേക്ക് എന്നെ തിരിച്ചു വിട്ടു. എന്നിൽ അത്രയും മാത്രം കോൺഫിഡൻസ് തന്നു. +2 കഴിഞ്ഞിട്ട് നേരെ മ്യൂസിക് തന്നെ എൻ്റെ മ്യൂസിക് കോളേജിൽ ചേർന്നു. അങ്ങനെ മ്യൂസിക് തന്നെ പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുത്തു. ശരി. അപ്പം നജീമിന് പണ്ടേയുള്ള നജീം ഫോക്കസ്ഡ് ആയിരുന്നു അല്ലേ? ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും എനിക്ക് വരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ഈ സിനിമയിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ജെയ്സൺ ജെ നായർ സാറാണ് എനിക്ക് നമ്മുടെ മിഷൻ 90 ഡേയ്സിൻ്റെ മ്യൂസിക് ഡയറക്ടർ. അപ്പം അദ്ദേഹം എന്നെ അറിയായിരുന്നു, ബ്രദറിൻ്റെ ഫ്രണ്ടായിരുന്നു. അപ്പം അങ്ങനെ ജസ്റ്റ് വോയിസ് ടെസ്റ്റിന് വേണ്ടി വിളിച്ചതാണ്. പിന്നെ അറിയാലോ, അന്നത്തെ കാലത്ത് ഒരു എൻട്രി കിട്ടുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എത്ര നല്ലവണ്ണം പാടിയാലും ഇന്നത്തെ കാലമാണ് മാറിപ്പോയത്. അന്നെന്ന് പറഞ്ഞാൽ ട്രാക്ക് നമ്മൾ എത്ര നന്നായിട്ട് പാടിയാലും ഒരു അത് നമുക്ക് ഇപ്പം സെലിബ്രിറ്റി സിംഗറിന് വേണ്ടിയിട്ട് മാത്രം മാറ്റി വെച്ചിട്ടുള്ള ഒരു കാലമായിരുന്നു. നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ ഒരു അവസ്ഥയായിരുന്നു. കാരണം സിനിമയിൽ സ്ക്രീനിൽ ബിഗ് സ്ക്രീനിൽ എൻ്റെ വോയിസ് കണ്ടപ്പോഴാണ് എനിക്ക് ആ പാട്ട് എൻ്റെതായി മാറിയെന്ന ഒരു വിശ്വാസം മനസ്സിൽ വന്നത്. അതുവരെ എനിക്കൊരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. കുറേ പേര് പാടിയ പാട്ടുമായിരുന്നു. അപ്പോൾ ഭയങ്കര സർപ്രൈസിലായിരുന്നു എനിക്ക്. തിയേറ്ററിൽ പോയി കേട്ടപ്പോൾ തിയേറ്ററിൽ സത്യം പറഞ്ഞാൽ ഞാൻ മേജർ സാറൊക്കെ അങ്ങ് ദൂരെ നേരത്തെ വന്നിരുന്നു ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി. ഞാൻ ക്യൂവിൽ നിൽക്കുവാണ്. എനിക്ക് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു. കാരണം എനിക്കങ്ങനെ കോൺടാക്ട്സ് ഇല്ലായിരുന്നു. മ്യൂസിക് ഡയറക്ടർ മാത്രമായിട്ടുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ നമുക്കറിയില്ല നമ്മുടെ പാട്ടാണോ വരുന്നതെന്നുള്ളതൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ ക്യൂവിൽ എയറിൽ നിന്നൊക്കെയാണ് ടിക്കറ്റൊക്കെ എടുത്താണ് ഫസ്റ്റ് ഫിലിം കാണുന്നത് തന്നെ. ഭയങ്കര ഒരു എന്താ പറയണത്, എനിക്കിപ്പോഴും
മറക്കാൻ പറ്റില്ല അനുഭവം. അങ്ങനെയാണ് ആദ്യത്തെ സിനിമ. 90 ഡേയ്സ് മിഷൻ 90 ഡേയ്സിലെ പാട്ടിൻ്റെ ഒരു 4 ലൈൻസ് പാടുമെന്ന്. പാടാം. ഓക്കെ, പാടാം. മിഴിനീര് പൊഴിയുമ്പോഴും കരയില്ല ഞാൻ, കരൾ നൊന്തു പിടയുമ്പോഴും തളരില്ല ഞാൻ. ഉരുകുന്നൊരീ മാനസം ഒഴിയണമീ ജീവിതം പ്രിയനാടിനാ. പ്രിയനാടിനായി ഉണരേണമേ ഉയരേകുവാൻ. മിഴിനീര് പൊഴിയുമ്പോഴും കരയില്ല ഞാൻ, കരൾ നൊന്തു പിടയുമ്പോഴും തളരില്ല ഞാൻ. क्या बात है.